ദൈവത്തിന്റെ വചനമായിരിക്കും അവസരമായാലും ദൈവമൊരുക്കുന്നത് എല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ആകിയാൽ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. എത്രപേർ വിശ്വസിക്കുന്നു? ദൈവത്തിന് തന്റെ മക്കളോട് സംസാരിക്കാനുണ്ട്. ഏതവസ്ഥയിലും ഏത് പ്രശ്നത്തിലും നാം ആയിരുന്നാലും നമ്മോട് സംസാരിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവമാണ് നമ്മളെ ബലപ്പെടുന്നത്. ദൈവമാണ് നമുക്ക് ബലം തരുന്നത്. ഇന്ന് പകൽക്കാലം ഇപ്രകാരം അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വരാം. 2 കൊരിന്ത്യർ എഴുതിയ സുവിശേഷം 2 കൊരിന്ത്യർ 12-ാമത്തെ അതിന്റെ 9. 2 കൊരിന്ത്യർ 12. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നല്ല പിതാവേ, ഈ നല്ല പകൽ സമയത്തിനായി വിരുദ്ധമണികൾ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിനെ ഞങ്ങൾ അടുത്ത് വരുവാൻ സുഖമൊരുക്കിയ ഒരു മകൻ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം വായിക്കുന്ന വചനത്തിനായി ഇതിന്റെ ആഴങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ മാനസികമായ ശബ്ദം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗീയമായ ഒരു ശബ്ദം, അഭിഷേകത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൊണ്ടുതരും. ഉത്തരം ഞങ്ങളുടെ മഹത്വമെടുക്കും. യേശുവിനെ അൻപുള്ള അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. തന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ കൂടി കടന്നുപോകുന്ന ദൈവദാസൻ തന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ വിളിച്ചു പറയുന്ന വാചകമാണ്. 3 പ്രാവശ്യം പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഈ വലിയ ഭാരം എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നു. എന്നാൽ അവിടെ അതിനുള്ള 7 മുതലുള്ള വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, എന്നെ പരീക്ഷിക്കേണ്ടതിന് പിശാചിന്റെ ദൂതനെ തന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. 3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് അറിയിച്ച ഒരു വാചകമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? എന്റെ കൃപ. എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? ദൈവമേ, ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലായി ഇന്നോട്ട് ഇന്ന് പകൽക്കാലം നിന്റെ കൃപ എനിക്ക് മതി. നമ്മുടെ ഏത് പ്രതികൂലത്തിലും നാം പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥകൾ വരുമ്പോൾ ഇന്ന് മകൾ ദൈവാത്മാവോട് സംസാരിക്കുന്നു. എന്റെ കൃപ ബലഹീനതയിൽ വരുന്നതാണ്. ദൈവത്തിന്റെ കൃപയെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ നാം നമ്മളെ കുറിച്ച് ചിന്തിക്കണം. എനിക്ക് വലിയ വിദ്യാഭ്യാസം നമുക്ക് ഒരു വശം കാണുകയില്ല, ജോലിയുടെ വലിയ ഭാഗങ്ങൾ കാണുകയില്ല, കുടുംബം ഒരു വിധത്തിൽ കഴിഞ്ഞു പോവുകയായിരിക്കും. എന്നാൽ ഇതുപോലെ ദൈവാത്മാവ് നമ്മൾ പറയുന്നു, എന്റെ കൃപ, മകനെ മകളെ, എന്റെ കൃപ നിനക്ക് മതി. ഏത് പ്രതികൂലമായിരുന്നാലും എന്റെ കൃപയാൽ അതിനെ ഓവർടേക്ക് ചെയ്യുവാനിടയാകും. അതിനെ നമ്മൾ കാലത്തുവയ്ക്കാനിടയാകും. ഒരു പക്ഷേ പിശാച് സംശയത്തിന്റെയും ഒരുപാട് അവസരം നമ്മുടെ ഹൃദയത്തിലിടും. ഇല്ല, നടക്കത്തില്ല. എന്നാൽ ഇത് പകർത്താനും പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളോട് ഇന്ന് നമ്മൾ ഇടപെടുന്നു. എന്റെ കൃപയാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കെല്ലാം സാധ്യം. നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങളും നമ്മൾ ചിന്തിച്ചേക്കാം, ഇല്ല, നടക്കത്തില്ല, നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇന്ന് പകർത്താൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എന്റെ കൃപയാൽ ഏതൊക്കെ പ്രതികൂലം നാം ചിന്തിച്ചേക്കാം, ഏതൊക്കെ പ്രതിസന്ധികളിൽ നാം പ്രതികൂലം നാം ഒരു ചിന്തിച്ചേക്കാമില്ല, എന്നെ ഒന്നും പറ്റുകയില്ല. എന്നാൽ ദൈവം ഇടപെടുന്നു. ഏത് പ്രതികൂലം നാം ഇരിക്കുന്നു അതല്ല വിഷയം. പ്രതികൂലത്തിന് വേണം താഴെടുത്ത് പോകുവാൻ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലുണ്ടോ? നാം ഏത് പ്രതികൂലത്തിൽ കിടന്നാലും നമുക്കത് വിഷയമല്ല. പ്രതികൂലത്തിന് മുകളിൽ അധികാരത്തോടെ കാണിച്ചു നിർത്തുവാൻ അധികാരത്തോടെ ഇന്നുവരെ നമ്മുടെ മധ്യയുണ്ട്. അതിനാൽ നമുക്ക് സർവ്വവും സാധ്യമാണ്. നാം കർത്താവിന്റെ പ്രാരംഭത്തിൽ പ്രധാനം കേട്ടു, മരണത്തിന്റെ കല്ലറകളെ കുറിച്ച് യേശു പുറത്തു വന്നു. ഇന്നുവരെ നാം വിശ്വസിക്കുന്നവൻ, നാം ആരാധിക്കുന്ന ദൈവം കല്ലറയ്ക്ക് അകത്തുള്ളവനെയല്ല, അല്ലെങ്കിൽ മരിച്ചു മണ്ണപ്പെട്ടു പോകുന്നവനെയല്ല. ഇന്നുവരെ നാം ആരാധിക്കുന്നത് കല്ലറകളെ
ഇന്ന് പകർത്താൻ ദൈവത്തിന്റെ പറ്റിലെ ദൈവത്തിന്റെ കൃപ നമ്മളിലുണ്ടെങ്കിൽ ഒരു പക്ഷെ നാം ചിന്തിച്ചേക്കാം ദൈവത്തിന്റെ കൃപ നമ്മുടെ പ്രതികൂലത്തിനേക്കാൾ വലുതാണ്. ഇന്ന് അതിന് നമ്മളെപ്പോഴും കാരണം മാറ്റം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം നാം കാണാൻ കഴിയാതെ ഇന്ന് പകർത്താൻ നാം നമ്മളുടെ ദൈവം ആരാണ്? വിശാലിനെയും അവരുടെ സകല കുടുംബങ്ങളെ തകർത്തുകൊണ്ട് ഉയർത്തേണ്ടവനാണ്. അപ്രകാരമെങ്കിൽ അതുകൊണ്ടാണ് ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി. കാരണം പൗലോസിനറിയാം ആ കൃപയുടേതല്ല, ഇന്നത്തെറിയാം ദൈവകൃപയുടേതല്ല. ദൈവകൃപയുടെ ചെറുതല്ല, ദൈവകൃപയുടെ വേറെയാണ് നമ്മുടെ കണ്ണുകൾ തകർക്കപ്പെടുന്നത്. ദൈവകൃപയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മുടെ ലോകത്തിന്റെ ഗതികൾ തകർക്കപ്പെടും. ദൈവകൃപയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മുടെ പ്രതികൂലങ്ങൾ അറിയപ്പെടും. ദൈവകൃപയുടെ അഭിഷേക ശക്തിയാൽ നമ്മുടെ പ്രതികൂലങ്ങൾ മാറ്റപ്പെടും. അതാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചത് ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി. എങ്ങനെയാണ് ആ കൃപയാൽ നമ്മൾ വിലക്കെടുക്കപ്പെട്ടത്? നാം ഒരു കാലത്ത് പാപികളായിരുന്നു, പാപത്തിന്റെ അടിമത്തത്തിൽ തകർക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ക്രൂശിന്റെ 2000 വർഷത്തിന് മുമ്പായി ഒരുവൻ അടക്കപ്പെട്ടു. അവരുടെ ബലത്തിലെ വസ്ത്രനായി യേശു. സൂര്യമുക്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രധാനം വിളിച്ചു പറയും. 14 അതിസുന്ദരൻ വിളിച്ചു പറയുന്ന അതേ യേശുവിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ 53-ാം അധ്യായം വിളിച്ചു പറയുന്നു അവനെ പിരിഞ്ഞു പോകാൻ ആർക്കു വേണ്ടി? നമ്മുടെ പാപത്തിന് വേണ്ടി. ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടാൽ തിരിച്ചുമാണ് പിരിവുമാകണമെങ്കിൽ ഇതുവരെ ഒരു ശക്തി നമുക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. ആ ശരീരത്തിനകത്ത് ഒരു ശക്തി നമുക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. അവരുടെ ആ കൃപയാരുടെ ശക്തി നമ്മുടെ വന്നപ്പോൾ നമ്മുടെ പാപങ്ങൾ മാറ്റപ്പെടും. ആ യേശുവിന്റെ ശക്തി അവരുടെ രക്തത്തിലൂടെ നമ്മളിൽ വന്നപ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അറിയപ്പെടും. യേശുവിന്റെ ശക്തി അവരുടെ രക്തത്തിന്റെ ശക്തിയിലൂടെ നമ്മളെ പതിച്ചപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി മാറ്റപ്പെട്ടു. യേശുവിന്റെ ശക്തിയുടെ രക്തത്തിലൂടെ നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടു. നമ്മൾ ഒരു പുതിയ രൂപം നൽകപ്പെട്ടു. അതൊക്കെ സംശയം ഒരു പുസ്തകത്തിന്റെ അധികാരം കൈനാളുകൾ കാട്ടുമായി നമ്മളെ അവരെ കൂടെ ശക്തിയാൽ ആത്മീയോട് കൂടെ യോജിപ്പിച്ച് ഒരു പുസ്തകത്തിന് അധികാരത്തിലേക്ക് മകൻ അപ്പനെന്നുള്ള അല്ലെങ്കിൽ പിതാവ് മകനുള്ള അനുവാദത്തിലേക്ക് ആ പുസ്തകം നമ്മളെ മാറ്റിയെടുത്തു. അതൊക്കെ ദൈവത്തിന്റെ കൃപ. ആ കൃപയുടെ കൃപയും കണ്ടുകൊണ്ടാണ് വിളിച്ചുള്ള ദൈവമേ നിന്റെ കൃപ. ആ ഒരു കൃപയെ കണ്ടുകൊണ്ട് ഇതുവരെ പ്രതികൂലത്തിലുള്ള പോകുന്നു പലപ്പോഴും ചെറിയ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ വേദന വരുമ്പോൾ ചെറിയ ദുഃഖം വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ ചോദിക്കുന്നവരാണ്. നാം പലപ്പോഴും ദൈവത്തിന്റെ ആ ചോദിക്കുന്നവരാണ്. ദൈവത്തെ ചോദിക്കുകയാണ്. ദൈവം നിന്റെ കൃപ, നിന്റെ അഭിഷേകം, നിന്റെ ശക്തി, നിന്റെ സ്ട്രെങ്ത് അതിലേക്ക് എന്തൊരു പറയേണ്ടതാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കാണേ വേറെ വന്നേക്കാം, രോഗങ്ങൾ വന്നേക്കാം, നമുക്ക് കാര്യത്തിൽ വെക്കാൻ പറ്റാത്ത പോലെ ദുഃഖത്തിലൂടെ കടന്നു പോയേക്കാം. ഏതാണ്ട് അവയെ അഭിഷേക ശക്തി കൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഒന്ന് മാത്രം ഞാൻ കാണുന്നു. ആ ക്രൂശിലേക്ക് ഞാൻ നോക്കും. ആ പ്രതീക്ഷയാകുന്ന ക്രൂശിലേക്ക് ആരും നോക്കും. അതുകൊണ്ടാണ് അവരെ വിളിച്ചു പറയുന്നത് അവരിലേക്ക് നോക്കിയവർ അവർ നമുക്ക് പിന്നെ നിങ്ങൾ ആ മകനെ സ്നേഹത്തെ കണ്ടുകൊണ്ട് പൗലോസ് വിളിച്ചു പറയും ദൈവമേ ഈ പ്രതീക്ഷ
പരീക്ഷയിലേക്ക് ഒരു പോക്കുകൊണ്ടുവന്ന് പല വഴികളും എവിടെയൊക്കെ അടയപ്പെട്ടാലും ഇതുപോലെ ദൈവം ഇടപെടുന്നു. പരീക്ഷയ്ക്കകത്തൂടെ കടന്നു പോകുന്നു. അകത്ത് ഒരു സന്തോഷത്തിന് പിടിവാദം എവിടെ നിന്ന് പോകുന്നു ഈശ്വരന്, എവിടെ നിന്ന് പോകുന്നു ഈ ഒരു അഭിഷേകത്തിന്റെ ഈ ഒരു വാചകം അവന്റെ മനസ്സിൽ എങ്ങനെ വന്നു? ഒരുപാട് ഡിഗ്രി കൈകളുള്ള പോലോ, ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള പോലോ, അംഗങ്ങൾ കൂടുതലാണ്. അതിനകത്ത് അധികാരത്തിന്റെ കൈവശമുള്ളവർ, അധികാരത്തിന്റെ കൈകൾ 10 കൈവശം വാങ്ങിയവർ ആ ക്രിസ്തുവിന്റെ സ്നേഹം മാറ്റി വെച്ചപ്പോൾ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴെ പറഞ്ഞപ്പോൾ ഒരു പേപ്പർ മാത്രമേ ചപ്പുച്ചവരുന്നു. കാരണം ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ എന്നെ തിരിച്ചിരിക്കുന്നു. അതുപോലെ ജീവനോട് പ്രാർത്ഥിക്കാനുള്ള വിഷയം ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വചനത്തെ ആരാധന വിഷയം ഇന്ന് പലക്കാലം ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ ആര് മനസ്സിലാക്കിയവർക്കാണ് ഞാൻ അങ്ങനെ അടുത്ത അവൻ രക്തത്താൽ അവർ നമ്മെ വിലക്കുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി യേശു നമ്മൾ വ്യാപരിച്ചു. നാം ഒരുവനെ വിചാരിച്ചേക്കാം എന്റെ കയ്യിൽ ശക്തിയില്ല, എന്റെ കയ്യിൽ ബലമില്ല എന്ന ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ എഴുതുന്നു. ആ ശക്തി നമ്മൾ നിറയ്ക്കുന്ന ശക്തി, ആ ശക്തി നമ്മുടെ വിലയില്ല, അത് നമ്മൾ നിറയ്ക്കുകയും. എങ്ങനെയാണ് ആ ശക്തിയെ നമ്മൾ നിറയപ്പെടുന്നത്? ആ ശക്തിയെ നമ്മൾ നിറയപ്പെടുമ്പോൾ ഇരിക്കുന്നത് നാം മറക്കുകയാണ്. ആ ശക്തിയെ നാം നിറയപ്പെടുമ്പോൾ അഭിഷേകത്തിന് ആളത്ത് നമ്മൾ ഇറങ്ങി വരുന്നു. ആ ശക്തിയെ നാം നിറയപ്പെടുമ്പോൾ അഭിഷേകത്തെ നാം നിറയുകയാണ്. എന്നാ അഭിഷേകത്തെ നിറയുമ്പോൾ നാം ഇരിക്കുന്നത് നാം മറന്നു. എപ്പോൾ നാം ഇരിക്കുന്നത് മറക്കുന്നു അപ്പോൾ ദൈവത്താൽ നമ്മളെ ഇറങ്ങി. ആ ദൈവത്താൽ നമ്മളെ പരിശുദ്ധമായ ശക്തി എന്നാ പരിശുദ്ധമായ നിറയപ്പെട്ട ദൈവത്തെ ആരാധിക്കപ്പെടുന്നു. നമ്മൾ ബലഹീനതയെ നാം അതിൽ നിന്ന് കാര്യം ആ ശക്തിയായ ദൈവമേ നിന്റെ കൃപ എനിക്കുമതി. ആ ശക്തിയാൽ നിറയപ്പെട്ട പൗരോ അവരെ ഭൂമിയുള്ള മനുഷ്യൻ അശക്തനാണ്, ഭൂമിയുള്ള മനുഷ്യൻ ബലഹീനനാണ്. അപ്പോൾ 16-ാം അധ്യായം അതിന്റെ 11-ാം അധ്യായമായിട്ട് നമ്മൾ കാണാൻ കഴിയും. ഓരോ ശീലാസും കാരാഗ്രഹത്തിൽ നടത്തായിരുന്നു. വായിക്കുന്ന വാര്യം നമുക്ക് എല്ലാവർക്കും പറയുന്ന സംഭവം അതിനുള്ള കാണാം. കാരാഗ്രഹത്തിൽ നടത്തായിരുന്നു. അവിടെ കാണുന്നു അവന്മാരും കഴിയും അവരെ എല്ലാ മാനുഷികമായ എല്ലാ കാര്യങ്ങളും അതിന്റെ ലോകത്തിനുണ്ട് മുദ്രയിട്ട് കൂട്ടി. എന്നാൽ അവിടെ കാണുന്നു അവരെ അടച്ച മനുഷ്യൻ ശക്തി പ്രാപിച്ചു. അർദ്ധരാത്രി അവരുടെ ബാധിച്ചു. അർദ്ധരാത്രി അവരെ അകത്തുള്ള ആ സ്പിരിറ്റ്, ആ ആത്മാവ് മനുഷ്യൻ ബന്ധിക്കപ്പെട്ടു. അകത്ത മനുഷ്യൻ ഉയർന്നോ അവരുടെ ഇന്നലെ നമ്മുടെ അപ്രത്യക്ഷമായ പ്രതീക്ഷയ്ക്ക് എല്ലാ ഭരണാധികാരികളും അവരുടെ നമ്മുടെ റോമ ഗവൺമെന്റിന് ഒരു പല പ്രതികൂലത്താൽ മനുഷ്യനെ ബന്ധിക്കുമ്പോൾ ഇന്ന് അകത്തുള്ള മനുഷ്യൻ ശക്തനാണോ, നമ്മുടെ സ്വഭാവം ശക്തമാണോ, നമ്മുടെ ആത്മാവ് ശക്തമാണോ എന്നാൽ ഒരു കാര്യം പറയാൻ കഴിയാവും. അതെ ഇന്ന് ഒരു കാലം നാടാകെ റോമ
ഉപയോഗിക്കുന്നതായിരുന്നു. മനുഷ്യൻ നമ്മളോട് ഏറ്റവും അവസാനം എന്ത് ചെയ്യാൻ കഴിയും? കൊല്ലുവാൻ കഴിയും. അതിനപ്പുറം മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ആത്മാവിന് വരുന്നത് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ആത്മാവിനോട് നമുക്ക് കാര്യമുള്ളത്, നമ്മുടെ ആത്മാവിന് അധികാരമുള്ള കർത്താവ്. മരണം ഇന്നലെ നാളെ നമ്മളെ ഈ ലോകം നമ്മുടെ പക്ഷെ മാറ്റുന്നത്. എന്നാണ് മനുഷ്യന് പാപത്തിലുള്ള മനുഷ്യന് മരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ഒരു ദിവസം മരിക്കപ്പെടും. എന്നാൽ ഇതുവരെ നമ്മുടെ ആത്മാവിനോട് കർത്താവിൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? നമ്മുടെ ആത്മാവിനോട് കർത്തൃത്വമുള്ള, നമ്മുടെ ആത്മാവിന്റെ മേൽ അധികാരമുള്ള കർത്താവിൽ നമുക്കെന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടോ? കൈനാളുകൾ നമ്മൾ ഒരു പക്ഷേ വിചാരിച്ചേക്കാം. ദൈവത്തിൽ നിന്ന് പലപ്പോഴും പിന്തിരിഞ്ഞു പോയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ ഇന്ന് മുതൽക്കാലം ആത്മാവ് ഇടപെടുന്നു. സഭയെ എപ്പോൾ നാം ദൈവത്തിന്റെ ആ ആത്മാവിന്റെ വില മനസ്സിലാക്കുന്നു. പൗലോസ് ആ ആത്മാവിന്റെ വില മനസ്സിലാക്കിയതുകൊണ്ട് പൗലോസ് വിളിച്ചു പറയും, ദൈവത്തിന്റെ കൃപ എനിക്ക് മതിയായി. പ്രതികൂലം നടക്കുന്ന പൗലോസ് വിളിച്ചു പറയും, ദൈവത്തിന്റെ കൃപ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ ശക്തി പൗലോസിന് ഇറങ്ങി വന്നു. അടുത്ത ഇപ്രകാരമാണ്, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളൊരു എൻലൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മേൽ പുതിയൊരു അഭിഷേകത്തിന്റെ പ്രകാശം നമ്മുടെ മേൽ കടന്നു വരും. എപ്പോൾ ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വന്നു. ആ ഒരു എൻലൈറ്റ്മെന്റ്, ഒരു ദൈവാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ ഒരു പുതിയ വ്യക്തിത്വം നമ്മൾ രൂപമെടുക്കും. അതൊക്കെ അറിയാത്ത കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ശക്തി. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ശക്തി. ആ ശക്തി നമ്മൾ വരുമ്പോൾ നമ്മളിരിക്കുന്നത് മറക്കുന്നിടയായി. നമ്മുടെ ആ അഭിഷേക ശക്തി കടന്നു വരുന്നു. നാം ഒന്ന് മനസ്സിലാക്കും, എന്റെ ഈ ലോകത്തിലെ ഈ മണ്ണയെ പ്രതി ഞാൻ മാനിക്കപ്പെടില്ല. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ മാനിക്കമാകുന്ന ആ ഫലപ്രദമായ പ്രത്യാശയെ വിടുവാൻ ഈ മണ്ണയെ പ്രതി, ഈ മൺമയമായ ശരീരത്തെ പ്രതി. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു വന്നത്, എനിക്ക് കഷ്ടപ്പെട്ട സാരമില്ല, എന്റെ ജീവിതത്തിൽ പ്രതികൂലമായ സാരമില്ല. കാരണം എനിക്കൊരു നിത്യപ്രകാശത്തിന്റെ നിത്യമായ ഫലം എനിക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. നിത്യമായ പ്രതീക്ഷ എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലാണ് പൗലോസ് വിളിച്ചു പറയുന്നത്, എന്റെ ദൈവത്തിന് എല്ലായ്പ്പോഴും കടന്നു വന്നിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ മരണത്തിന്മകളെ കുറിച്ച്, എന്റെ ജീവിതത്തിലെ അവസ്ഥകളെ, ലിമിറ്റേഷനായ മരണങ്ങളെ കുറിച്ച് വളരെ പൂർണ്ണമായ മർമ്മത്തെ മനസ്സിലാക്കുന്ന ഒരു അഭിഷേക ശക്തി എന്നെ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുന്നത്, ഈ മണ്ണെ പ്രതി ഞാൻ മാനിക്കപ്പെടത്തില്ല. ഈ മണ്ണെ പ്രതി എന്റെ മാനിക്കമാകുന്ന ആ ക്രിസ്തുവിന്റെ വല്ലാത്തമായ അവസ്ഥകളെ, ആ ക്രിസ്തുവിന്റെ വല്ലാത്തമായ ഭാഗ്യങ്ങളെ ഞാൻ കളയുന്നില്ല. കാലം എന്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ മൺമയമായ, ആ മാണിക്യമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയാകും. എന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ ഭാഗം തുറന്നു വന്നു. എന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷയുടെ അവസ്ഥകൾ തുറന്നു. അതുകൊണ്ടാണ് ദൈവമേ എന്റെ കൃപ നിനക്ക് മതി. അവന്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോ ആ മതപരമായ രഹസ്യം നമ്മൾ തുറന്നു വരും. ഏതാണ് മതപരമായ രഹസ്യം? ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴമാണ്, ആ ക്രിസ്തുവിന്റെ വല്ലഭത്തിന്റെ ആഴത്തിന്റെ രഹസ്യം നമ്മുടെ മേൽ എന്ന് വെളിപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാവരും ചെയ്യുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നെ പ്രതികൂലത്തെ പേടിക്കുന്ന കാര്യമുണ്ടോ? കാരണം അവൻ സകലത്തിനും അധികാരം പ്രാപിച്ചു. എല്ലാ പ്രതികൂലങ്ങളെയും നേരിടുന്ന അധികാരം പ്രാപിച്ചവനാണ്. അപ്രകാരം പ്രതികൂലത്തെ പ്രതികൂലത്തെ കാലത്തുമാണ് നമ്മളൊരു അഭിഷേകം വ്യാപിക്കുന്നത്. ആ ശക്തി ആ അഭിഷേകത്തിന്റെ ഈ മർമ്മമായ ദൈവജനത്തിന്റെ സത്യങ്ങൾ നമ്മളെ പുറത്തു വരും. ആ ദൈവജനത്തിന്റെ മർമ്മമായ സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന്റെ അല്പനേരത്തെ കഷ്ടങ്ങൾ സാരമാണ്. ആ സാരങ്ങൾ നമ്മൾ എപ്പോഴെത്തുന്നു, അപ്പോൾ ദൈവികമായ ഒരു പുതിയ പ്രത്യാശകൾ, പുതിയ പുറമത്തിലേക്ക് നാം കാലത്തുന്നു. അതൊക്കെ എൻലൈറ്റ്മെന്റ്, ദൈവത്തിന് പുതിയ ആ നോളജ്, ദൈവത്തിന്റെ സത്യത്തിന്റെ, ദൈവത്തിന്റെ മർമ്മത്തിന്റെ ഒരു പുതിയ സാക്ഷ്യങ്ങൾ, ഒരു പുതിയ കാലത്ത് ആ കാലത്ത് ദൈവമേ നിത്യമായി ജനിക്കുന്നത് ആ കൃപയാൽ എല്ലാം ഒരു ദൈവത്തിന്റെ അഭിഷേക ശക്തി എപ്പോൾ നമ്മുടെ മേൽ വരുന്നു, നമ്മുടെ മേൽ ഒരു ജീവിതത്തിൽ പുതിയ ഒരു പുതിയൊരു
നമുക്ക് മനസ്സിലാകും ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ നാം ഇതിന്റെ ലോകം ഓർമ്മിക്കുകയാണ്. ആ ലൈംഗികമായ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമുക്കെല്ലാം ആ ക്രിസ്തുവിന്റെ അതിന്റെ കൃപ വരുമ്പോൾ മാഗ്നിഫിസന്റ് ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ വരുമ്പോൾ ആ കൃപയാണ് അപൂർവമായ മനുഷ്യൻ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ ആ വ്യക്തിത്വമായ ദൈവത്തിന്റെ ഇമേജിനാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ പാപത്തിന്റെ അടിമയായ പാപമാണ് മനുഷ്യന്റെ ദൈവികമായ അവസ്ഥയിൽ നിന്ന് നീക്കപ്പെട്ടപ്പോൾ അതേ മനുഷ്യനെ പിന്നെ യോജിപ്പിക്കുവാൻ ആ ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന്റെ പുതിയ രൂപം അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. പഴയ നിയമങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അവർ പാപങ്ങൾ യാഗം ചെയ്യുന്നു. യാഗങ്ങൾ അനുസരിച്ച യാഗങ്ങൾ കാണാൻ കഴിയുന്നു. യാഗം ചെയ്ത് മനുഷ്യൻ പിന്നെയും ദൈവം മനുഷ്യനോട് ബന്ധം പുനഃസ്ഥാപിക്കണം. എന്നാൽ മരിക്കപ്പെട്ടു അവനെ അവൻ മുഖാന്തരം ആ കുടുംബമാകവൻ പുത്രനായവൻ ദൈവികമായ ഈ മണ്ണിലെ നീങ്ങിക്കൊണ്ട് വീടെടുക്കുവാൻ നമ്മുടെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ പുതിയ രൂപം തരുവാൻ ഒരു പുതിയ ഇമേജ് നമുക്ക് തരുവാൻ ഒരു പുതിയ ജീവിതത്തെ ഗുണങ്ങളും തുറന്നു തരുവാൻ ഒരു പുതിയ പ്രതീക്ഷയുടെ ഗുണങ്ങളും തുറന്നു തരുവാൻ അതെ ക്രിസ്തുവിന്റെ മാഗ്നിഫിസൻസ് ഉണ്ടാവും. മാഗ്നിഫിസിനെ കൊണ്ട് നമുക്ക് കാന്തിക ശക്തി ഒരു കാലത്ത് പാപത്തെ ദൈവ മനുഷ്യന് ഒരു വെള്ളത്തിലായി ആ ക്രിസ്തുവിന് മാഗ്നിഫിക്കൻ ശക്തിയാണ്. ആ ക്രിസ്തുവിന്റെ ശക്തിയാണ് അവർ അവരെ മാറുകയാണ്. അവരെ കൂട്ടിച്ചേർത്ത് ഒരു കാലത്ത് കാത്തുമായി സമയം എല്ലാവരും സമയം ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവരൊരു നാട്ടിനോട് കൂടെ കൂട്ടിയൊരുക്കുന്നു. ഈ പൊസിഷനായി ഈ സ്ഥാനത്തായിരുന്നത് നമ്മുടെ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുടുംബത്തിലെ പ്രാഥമിക ശക്തിയല്ല, നമ്മുടെ ഒന്നുമൊന്നിനെയല്ല. ആ ക്രിസ്തുവിന്റെ വലിയ സ്നേഹമുണ്ടാകും. ആ ക്രിസ്തുവിന്റെ ഇവിടെയായിരുന്നു അവർ പുതിയ ജീവശക്തി നമ്മുടെ എത്രയായിരിക്കുന്നു. എല്ലാ ശക്തിയാൽ നമുക്കൊരു പുതിയ പ്രതീക്ഷയുടെ കുടുംബം നോക്കാൻ കഴിയാം. നമ്മുടെ പുതിയൊരു മനുഷ്യൻ പുതിയൊരു രൂപം നമ്മുടെ വരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ രൂപം വരുന്നു, ഒരു പുതിയ പ്രതീക്ഷ വരുന്നു. ഇന്ന് ഞാൻ അറിയാം ഇന്നത്തെ ജീവിതത്തിൽ അന്തമുണ്ടായാൽ എന്റെ ജീവിതത്തിൽ അന്തമില്ലാതെ പോവുകയല്ല, എന്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ പോവുകയല്ല. കാരണം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുണ്ട്, പുതിയ പ്രതീക്ഷയുണ്ട്. ഏതാണ് പ്രതീക്ഷ? ഇന്നലെ നാളെ ഞാൻ പ്രാർത്ഥനയെ ഉണർന്നതാവുകയാകും. ഇന്നലെ നാളെ പ്രാർത്ഥനയെ സന്തോഷിക്കുകയാകും. അവരുടെ മാറിയ സന്തോഷങ്ങളുണ്ടാകാം. കാരണം മനസ്സിലാക്കി ആ ആ മനുഷ്യനെ ആകർഷിക്കുന്ന, ആ മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തെ പ്രോത്സാഹിക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കണ്ടുകൊണ്ടാണ് കാരണം ആ കൃപയാൽ പുതിയ മനുഷ്യന്റെ രൂപം നിലനിൽക്കുകയാകും. ആ കൃപയാൽ പുതിയൊരു നാളത്തെ കുറിച്ച് പ്രവേശിച്ച് മുഖമുണ്ട്. ക്രിസ്തുവിനെ നാം ഭരിക്കുന്നതുപോലെ ആ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതുപോലെ നാളെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയിലായി. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തു. അതുപോലെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് നമ്മുടെ പ്രതീക്ഷ? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആരാണ് നമ്മുടെ ക്രിസ്തുവാണ് നമ്മുടെ വർഷവുമുണ്ട്. നമ്മുടെ ദൈവത്തെ എഴുതുവാനും നമുക്ക് ചോദിക്കുന്ന രക്ഷകർത്താവുണ്ട്. നമുക്ക് ചോദിക്കുവാൻ രക്ഷകർത്താവുന്നത് ക്രിസ്തു. ലോകത്തെ പേടിക്കുന്നത്, പിന്നെയാണ് ഈ ലോകത്തെ സംഭവിക്കുന്ന നമ്മുടെ ജീവിതം സംഭവിക്കുന്ന പുതുപുതുകളെ പേടിക്കുന്നത്. ദൈവത്തിന് അനുവാദം കൂടാതെ
ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുവാദം, ദൈവത്തിന്റെ അന്തരം ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ അന്തരം ജീവിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിൾ പേഴ്സണാണ്. ദൈവം അവരുടെ നമ്മളിതിനെ പേടിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ കൺട്രോളർ, നമ്മെ നയിക്കുന്നവൻ, നമ്മെ നയിക്കുന്ന കർത്താവാകിയ ആ കർത്താവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും. ആ മാർഗമായ രഹസ്യത്തെ ഫോട്ടോ വിളിച്ചു പറയുന്നത് ഈ മാസം ഇതുവരെ ക്രിസ്തുവിനെ കണ്ടിട്ടും കാണുന്നത് പോലെ, ഇതുവരെ ക്രിസ്തുവിനെ സ്നേഹത്തെ കണ്ടിട്ടും കാണാതെ പോകരുത്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് ക്രിസ്തുവെ. കാരണം ആ ഫോട്ടോ ക്രിസ്തുവിനെ സ്നേഹത്തെ മനസ്സിലാക്കിയപ്പോൾ ഒരു നാളത്തേക്ക് ജീവിക്കുവാൻ പുതിയ പ്രതീക്ഷ കൊണ്ടുവന്നു. അടുത്ത പ്രധാനം കഴിയുന്നു ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോ നമുക്കൊരു പുതിയ പ്രതീക്ഷ അതെന്താണ്? അവന്റെ ശക്തിയാണ്, അവന്റെ രക്തത്തിന്റെ ശക്തിയാണ്. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ അശക്തമായ നമ്മുടെ ശരീരത്തിൽ ഒരു പുതിയ ശക്തി വന്നു, ഒരു പുതിയ പ്രവർത്തനം. ഏതാ ശക്തി? പ്രതികൂലമാക്കുക എന്ന് വെച്ചാൽ മെഡിസിൻ കഴിക്കാതെ രോഗത്തിന്റെ സമയത്ത് നമ്മൾ ചിലവ് മെഡിസിൻ കഴിക്കുകയും കാരണം അവിടെ ശരീരത്തിൽ ഒരു ശക്തിയുണ്ട് എന്തിനെ പ്രതിരോധിക്കുന്നത് ആ രോഗത്തെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേൽ ഈ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിനെ വെറുക്കുവാൻ ഈ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാവുന്ന ഈ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കുമരാൻ മതിയായല്ല. അതുപോലെ പറയുന്നത് ദൈവത്തിന്റെ ശക്തി അവനെ വന്നപ്പോ അവനൊരു പുതിയ ശക്തി ഉള്ളവരുന്നു, അവനൊരു പുതിയ സ്ട്രെങ്ത് കൊണ്ടുവന്നു. ലോകത്തെ അതിന്റെ കൂടെ ഭൂഷിക്കുവാൻ ഞാൻ ജീവിതത്തിൽ കാരണം ആ ക്രിസ്തുവിന്റെ പ്രതിരോധ ശക്തി ആ പൗർണത്തിന് ഇതോടെ ശക്തിയുണ്ട്. പല ഓർമ്മകളും ഞാൻ സഹിച്ചു, പല വേദനകൾ ഞാൻ സഹിച്ചു. ഞാൻ ജീവനോടുകൂടി ആയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന്റെ ആ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ. ഞാൻ നാളെ മരിച്ച എന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. എന്റെ ജീവിതത്തിൽ ശക്തിയുടെ അഭിഷേകം ആ ശക്തിയാണ് എല്ലാം ഉണ്ടായിട്ടും അനേക വർഷങ്ങളായി ഓരോ വർഷത്തിന് 6 വർഷങ്ങളായി ഭാരതപ്പോ ഇന്നൊക്കെ ദൈവം വിളിച്ചു പറയുന്ന എന്റെ മതി എന്റെ ശക്തി അതുകൊണ്ട് ഇതുവരെ ഒരു പുതിയ പ്രതീക്ഷയുടെ ഗുണമാണ് ദൈവം കാണിക്കാൻ പോകുന്നത്. അതുമാണ് ദൈവം എന്റെ ഗുണത്തിന് ആ ശക്തി വേറെ തികയ്ക്കുന്നതാണ്.
ഞങ്ങൾ പലപ്പോഴും കടലിൽ കുടുംബം നടക്കുന്നത് കിടക്കിൽ കിടക്കുവാൻ ഓരോന്നും കഴിയാതെ പല ലോകങ്ങൾ തന്നെ അവസ്ഥകൾ കാണുന്നുണ്ട്. കിടക്കിൽ തിരിഞ്ഞു മാറും ദൈവം എല്ലാവരും ചോദിക്കുമ്പോൾ ദൈവം വിളിച്ചു ഭയപ്പെടേണ്ട, ഞാൻ അതിലേക്ക് നിന്നെ വിളിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ അതിനെ കണ്ടിരിക്കുന്നത്. ഞാൻ നിർത്തോ പല ചോദ്യങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങൾക്ക് പുതിയ ഇതുപോലെ വിശ്വസിക്കുന്നവരാകട്ടെ ദൈവം മാനിക്കുവാൻ ശക്തമാണ്. ഇതുപോലെ കണ്ടിപ്രകാരമാണ് എപ്പോൾ ദൈവത്തിന് ശക്തമായ കടന്നു വരുന്നു നമ്മളൊരു പ്രതീക്ഷ വരുന്നു. എപ്പോൾ ശക്തി കടന്നു വരുന്നു നാം പലപ്പോഴും വിചാരിക്കും നമ്മൾ പലപ്പോഴും